കൊച്ചിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വമ്പൻ ട്വിസ്റ്റ്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന യുവാവിനെ 4.5 ഗ്രാം MDMA-യുമായി ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി റിജോയ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഡെലിവറി ബോയ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മരട് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റിജോയ് ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് പിടികൂടിയത്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, തട്ടിക്കൊണ്ടുപോയി എന്നൊരു പരാതി കിട്ടുകയും അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടാകുകയും അതിന്റെ പേരിൽ പോലീസ് നാടൊട്ടുക്ക് തിരിയുകയും ചെയ്തതിനിടയിലാണ് ഈ പറയുന്ന ആളെ 4.5 ഗ്രാം MDMA-യുമായി ഒരു സംഘത്തിനൊപ്പം പിടികൂടുന്നത്. എന്തൊരു ട്വിസ്റ്റാണ്? മാധു, ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അതായത് തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ചുള്ള പരാതികൾ അന്വേഷണം ആരംഭിക്കുന്ന പോലീസ് ഇപ്പോൾ ലഹരി ഇടപാടുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലഹരി സംഘങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചിരിക്കുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ മാസം 29-ാം തീയതി രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഫോറം മോളിന് സമീപത്തായിട്ട് നിൽക്കുകയായിരുന്ന ഒരു ഡെലിവറി ബോയ് ആണ് ഈ വിവരം പോലീസിനെ വിളിച്ചു പറയുന്നത്. അതായത് 3-അംഗ സംഘം കാറിലെത്തി ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ളായിരുന്നു പരാതി. ആ പരാതിയിൽ പോലീസ് കേസെടുത്ത CCTV ദൃശ്യങ്ങൾക്ക് തന്നെ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ യുവാവ് എന്ന് പറയുന്ന ആൾ, അതായത് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന ആള് മരട് സ്വദേശിയായ റിജോയ് ആണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇയാൾ ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഡാൻസ് എഫ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വെണ്ണലയിൽ നിന്നും ഇയാൾ അടങ്ങുന്ന 4-അംഗ സംഘത്തെ ഡാൻസ് എഫ് പിടികൂടിയിരിക്കുന്നത്. ഈ സംഘത്തിൽ ഇയാളുടെ സംഘത്തിൽ മറ്റ് 3 പേരുണ്ടായിരുന്നു. അതിൽ 2 യുവതികൾ എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണെന്നുള്ളത്. അതായത് ആലുവ സ്വദേശിയായ അലക്സ് എന്ന ആളുമായിട്ട് തനിക്ക് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പണം ഇടപാടുകളിലെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആലുവ സ്വദേശിയായ അലക്സ് അടങ്ങുന്ന സംഘം തന്നെ തട്ടിക്കൊണ്ടുപോവുകയും കിലോമീറ്ററുകൾക്കപ്പുറം ഉപയോഗിച്ച ശേഷം കടന്നുപോയെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അലക്സിന്റെ സംഘത്തെക്കുറിച്ച് വലിയ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും അവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് മാത്രമല്ല, ഈ ലഹരി ഇടപാട് സംബന്ധിച്ച് NDPS കേസ് കൂടി അവർക്കെതിരെ ചുമത്തുന്ന കാര്യങ്ങളെത്തും. SS ശരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പം ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസ്, തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കേസ്, ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസ്, ഇതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ അങ്ങേയറ്റത്ത് ഈ പറയുന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണ്ണി ഉണ്ടാകുന്നു എന്നത് കൂടിയാണ് ആശങ്ക.